സ്നേഹരാഗം ഭാഗം 16. അപ്പോഴേക്കും ആ നമ്പറിൽ നിന്നും വന്ന കോൾ അവസാനിച്ചിരുന്നു. അങ്ങോട്ട് വിളിക്കണോ, അതാരാവും എന്ന ചിന്തയിൽ നിൽക്കവേ ഫോൺ വീണ്ടും റിങ് ചെയ്തു. അവൾ ഫോൺ കാതോട് ചേർത്ത് ഹലോ പറഞ്ഞു. നന്ദു, ഞാനാ പ്രകാശ്. അവൻ്റെ നന്ദു എന്ന വിളി കേട്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. അവൾക്ക് അയാൾ തന്നെ നന്ദു എന്ന് വിളിക്കുമ്പോൾ ദേഷ്യം വന്നു. നന്ദന കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ ചോദിച്ചു. സാറെന്തിനാ എന്നെ വിളിക്കുന്നത്? ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ തിരക്കി. പെട്ടെന്ന് താൻ ജോലി റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അത് സത്യം തന്നെയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്. ഹസ്ബൻഡിനോട് പറഞ്ഞാൽ തനിക്ക് പോകാതെ ജോലി തുടർന്നു കണ്ടുപോകാൻ പറ്റില്ലേ? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോവണ്ടെന്ന് പറയാൻ സാറിന് എങ്ങനെ പറ്റും? അവൾ ചോദിച്ചു. തനിക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലേ? ഉണ്ട്. അത് കരുതി എനിക്ക് പോവാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ ക്ലാസ്സിന് ഇനി വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ആഴ്ച വരെ ക്ലാസ് വരാൻ എനിക്ക് ഒരു കുഴപ്പവുമില്ല. സാർ ഇടയ്ക്ക് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. ഇനി ഞാൻ മരിച്ചു പോയാൽ എന്തു ചെയ്യും? സാറിന് ഇതല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ട്, അവൻ പെട്ടെന്ന് പറഞ്ഞു. എന്താ? അവൾ വീണ്ടും ചോദിച്ചു. അത്ര താല്പര്യത്തോടെയൊന്നുമല്ല ഞാൻ ഈ സെൻറ്ററിൽ വരാൻ തുടങ്ങിയത്. അച്ഛൻ്റെ നിർബന്ധം കൊണ്ടും സാഹചര്യം കൊണ്ടുമാണ് എനിക്ക് വരേണ്ടി വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ മുതൽ താനാണ് എന്നെ ആകർഷിച്ചത്. തന്നെ പെട്ടെന്ന് മിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അയാളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. സാർ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? വിവാഹം കഴിഞ്ഞ സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ? എൻ്റെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഒരു തെറ്റുമില്ല. വിവാഹം കഴിഞ്ഞവരോട് ഇഷ്ടം തോന്നാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ, അവൻ പറഞ്ഞു. പക്ഷേ എന്നെ അതിന് കിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ വേറെ കാണും. ഞാൻ അങ്ങോട്ട് വരുന്നത് പഠിപ്പിക്കാനാണ്. അതിനുള്ള സാലറി എനിക്ക് കിട്ടുന്നുമുണ്ട്. അവളുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. തനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? അവൻ ചോദിച്ചു. സാർ വെറുതെ അനാവശ്യമായി ഈ സംസാരത്തെ നീട്ടിക്കൊണ്ടു പോകരുത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യവുമില്ല. സാറിന് ഒരു സ്റ്റാഫ് എന്ന നിലയിൽ എന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലാതെ ഓരോന്ന് പറയരുത്, അവൾ പറഞ്ഞു. എന്നാൽ സ്റ്റാഫിനോടെന്ന നിലയിൽ പറയാം. അക്കൗണ്ടിങ്ങിന് ഇവിടെ സ്റ്റുഡൻസ് കൂടുതലാണെന്ന് തനിക്കറിയാമല്ലോ. താൻ പെട്ടെന്ന് ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് അവരുടെ പഠിപ്പിനെ ബാധിക്കില്ലേ? അയാൾ ചോദിച്ചു. ബാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോഴും തൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് നിന്നും മറുപടിക്ക് കാക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. അർജുൻ പിന്നെ വിളിച്ചോ നന്ദു? അത്താഴം കഴിക്കാനിരുന്നപ്പോൾ അനിത ചോദിച്ചു. ഇല്ല അമ്മേ, വിളിച്ചിട്ടില്ല, നന്ദന പറഞ്ഞു. അങ്ങോട്ട് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? അവന് ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാവും. അപ്പോൾ നിനക്ക് അങ്ങോട്ട് വിളിച്ചു നോക്കിക്കൂടെ? അനിത പറഞ്ഞു. തിരക്കുള്ള കാരണമല്ലേ ഇങ്ങോട്ട് വിളിക്കാത്തത്? പിന്നെ അങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണതെന്തിനാ? അർജുൻ അങ്ങനെയൊന്നും വിളിക്കില്ലെന്ന സത്യം അമ്മ അറിയണ്ട എന്ന് വിചാരിച്ചു തന്നെ, നന്ദന പറഞ്ഞു. ഈ ആഴ്ച കൂടിയേ നീ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അനിത വീണ്ടും ചോദിച്ചു. അതൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ജോലി വേണ്ടെന്ന് വെച്ചതിൻ്റെ നീരസം സാറിനുണ്ട്, നന്ദന പറഞ്ഞു. അതൊന്നും നീ നോക്കണ്ട. നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്. നമ്മുടെ കാര്യം തന്നെയാണ് വലുത്. നീ നിൻ്റെ ജീവിതം നോക്കിയാൽ മതി. ജോലി പിന്നെയും കിട്ടും. അതും പറഞ്ഞ് അനിത എഴുന്നേറ്റു. അമ്മ പറഞ്ഞത് കേട്ടില്ലേ ചേച്ചി? ചേച്ചിയുടെ ജീവിതം നോക്കിയാൽ മതിയെന്ന് മനസ്സിലായില്ലേ എന്നും പറഞ്ഞ് നീതു പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റപ്പോൾ പ്ലേറ്റിൽ കൈകൊണ്ട് വിരലോടിച്ചുകൊണ്ട് നന്ദന അവിടെ തന്നെ ഇരുന്നു. രാവിലെ അടുക്കള ജോലികൾ പെട്ടെന്ന് തീർക്കുകയായിരുന്നു പ്രഭാവതി. ഇവമോൾക്ക് ഭക്ഷണം കൊടുത്ത് പൂജയും അടുത്തു നിൽപ്പുണ്ട്. വിവേക് വിളിച്ചിരുന്നോ അമ്മേ? ഇനി എന്നാ അവൻ നാട്ടിൽ വരുന്നത്? എന്തെങ്കിലും പറഞ്ഞോ? ആ ബ്രോക്കർ കുറച്ച് ആലോചനകളെപ്പറ്റി പറഞ്ഞിരുന്നു. അവൻ വന്നാൽ ആലോചിക്കാമായിരുന്നു. വിവേകിൻ്റെ കല്യാണം നമുക്ക് വേഗം നടത്തണം. ഇനിയിപ്പോൾ അർജുനേട്ടൻ നന്ദനേടത്തിയെ കൊണ്ടുപോവുകയല്ലേ? പോയി കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടുള്ള വരവൊക്കെ കണക്കായിരിക്കും, പൂജ പറഞ്ഞു. അടുത്ത മാസം രാകേഷേട്ടൻ വരും. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഏട്ടൻ വന്നാൽ ഞാൻ അങ്ങോട്ട് പോകും, പൂജ പറഞ്ഞു. നീ കൂടെ പോയാൽ ഞാനും അച്ഛനും മാത്രമാകുമല്ലോ, വിമ്മിഷ്ടത്തോടെ പ്രഭാവതി പറഞ്ഞു. അമ്മ വിവേക് വിളിച്ചാൽ ഉടനെ നാട്ടിൽ വരാൻ പറയൂ. അപ്പോൾ രാകേഷേട്ടനും നാട്ടിലുണ്ടാകുമല്ലോ. പെണ്ണ് കാണലും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഉഷാറാക്കുകയും ചെയ്യാം. വിവേകിൻ്റെ വിവാഹം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കൂട്ടിന് അമ്മയ്ക്ക് ഒരാൾ ഉണ്ടാവുകയും ചെയ്യും, പൂജ ഒരു വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. നീ പോയാലും അമ്മയ്ക്ക് കൂട്ടിന് ഞാനില്ലേ എന്നും പറഞ്ഞ് ചന്ദ്രൻ വാതിൽക്കൽ എത്തി. ചന്ദ്രൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഇരുവരും തിരിഞ്ഞു നോക്കി. നിങ്ങൾ ഉണ്ടായിട്ട് എനിക്കെന്താ കാര്യം മനുഷ്യ? പറഞ്ഞുകൊണ്ട് പ്രഭാവതി മുഖം വീർപ്പിച്ചു.
നിനക്ക് കൂട്ടിന് ആളില്ലെന്ന് വിചാരിച്ച് നീ വിവേകിൻ്റെ കല്യാണം നടത്തണമെന്നില്ല. അതിന് തിരക്ക് കൂട്ടുകയും വേണ്ട, ചന്ദ്രൻ പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാത്ത മോഹമൊന്നും വേണ്ട. എല്ലാവരും നന്ദനയെപ്പോലെയാകില്ല, അത് നീ മറക്കണ്ട. അതും പറഞ്ഞ് ചന്ദ്രൻ പിന്തിരിഞ്ഞ് നടന്നു. ചില സമയത്ത് നിന്റെ അച്ഛൻ്റെ സംസാരം കേട്ടാൽ ദേഷ്യം വരും, അമർഷത്തോടെ പ്രഭാവതി പറഞ്ഞു. അച്ഛൻ പറയുന്നതിലും തെല്ല് കാര്യമില്ലാതില്ല അല്ലേ, സംശയത്തോടെ പൂജ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ പ്രഭാവതിയുടെ മുഖം തന്നെ മാറി. പൂജ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ വന്ന് തറഞ്ഞതുപോലെ അവർക്ക് തോന്നി. നന്ദു, അമ്മ വിളിക്കുന്നത് കേട്ട് നന്ദന ഹാളിലേക്ക് ചെന്നു. അമ്മ എന്തിനാ വിളിച്ചേ? അവൾ ചോദിച്ചുകൊണ്ട് അനിതക്കരികിൽ വന്നു. നീ പോകുമ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ എന്താ വേണ്ടത്? ഞങ്ങൾ ശനിയാഴ്ച മേപ്പാട് വരുമ്പോൾ കൊണ്ടുവരാം. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല അമ്മേ. അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണ്ടേ? അർജുൻ എന്തെങ്കിലും പറഞ്ഞോ? അനിത ചോദിച്ചു. ഇല്ല അമ്മേ, ഒന്നും പറഞ്ഞില്ല. രാത്രി വിളിക്കുമ്പോൾ ചോദിക്കാം, അവൾ അമ്മയ്ക്കരികിലായി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി നന്ദന റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നീതുമോൾ തടഞ്ഞു. ഇന്ന് എൻ്റെ കൂടെ കിടക്കാം ചേച്ചി എന്നും പറഞ്ഞ് നീതു നിർബന്ധിച്ചു. അവൾ ശാഠ്യം പിടിച്ചപ്പോൾ നന്ദനയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും കിടന്നു. കോളേജിലെയും കമ്പ്യൂട്ടർ സെൻ്ററിലെയും വിശേഷങ്ങൾ പറഞ്ഞ് സമയം കടന്നുപോയത് രണ്ടുപേരും അറിഞ്ഞില്ല. രാത്രി 11 മണി കഴിഞ്ഞിട്ടും അർജുൻ വിളിച്ചില്ല. അർജുനേട്ടൻ വിളിച്ചില്ലല്ലോ ചേച്ചി, സംസാരത്തിനിടയിൽ നീതുമോൾ പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയാതെ അവൾ നീതുവിനോട് ചേർന്ന് കിടന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ പോയാൽ എന്താകും ചേച്ചി? അർജുനേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഉണ്ടെന്ന ഒരു സമാധാനമെങ്കിലുമുണ്ട്. ഇതിപ്പോൾ അവിടെ പോയാൽ എന്തു ചെയ്യും? അങ്ങേരെ നേരത്തിനും കാലത്തിനും വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്നും ചോദിച്ച് കൈയെടുത്ത് നന്ദനയെ കെട്ടിപ്പിടിച്ചപ്പോൾ നന്ദന ഒന്നും പറയാതെ ലൈറ്റ് ഓഫ് ചെയ്ത് നീതുമോളെയും കെട്ടിപ്പിടിച്ച് കിടന്നു. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. രാവിലെ നീതുവിനെ സ്റ്റോപ്പിൽ ഇറക്കുമ്പോൾ അവിടെ നിന്നിരുന്ന ദേവനെ നന്ദന കണ്ടിരുന്നു. ഞാൻ വൈകുന്നേരം വരാം എന്നും പറഞ്ഞ് അവൾ പോയപ്പോൾ ദേവൻ നീതുവിനരികിൽ വന്നു. എന്താടോ, നിന്റെ ചേച്ചിക്ക് എന്നോടൊരു അകൽച്ച പോലെ? ദേവൻ തിരക്കി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ അകൽച്ച ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതെങ്ങനാ? രണ്ടുപേരും ഒരുപോലെയല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? രണ്ടാളും എന്തെങ്കിലും നേടിയോ? അവൾ ചോദിച്ചു. നിന്റെ ചേച്ചി സമ്മതിക്കുകയാണെങ്കിൽ ഇപ്പോഴും നേടാൻ ഞാൻ ഒരുക്കമാണ്, ദേവൻ നിരാശയുടെ സ്വരത്തിൽ പറഞ്ഞു. അതിനി ഉണ്ടാവില്ല ദേവേട്ട. അതിനായി ദേവേട്ടൻ കാത്തിരിക്കുകയും വേണ്ട. സ്വന്തം ഇഷ്ടം നോക്കാനല്ല, മറ്റുള്ളവരുടെ സന്തോഷം നോക്കി ജീവിക്കാനാ ചേച്ചിക്ക് താല്പര്യം. അതിനി എന്തായാലും മാറുമെന്ന് തോന്നുന്നില്ല. ചേച്ചി എന്തായാലും ഞായറാഴ്ച അർജുനേട്ടൻ്റെ കൂടെ പോകും. ചേച്ചിയെ ആലോചിച്ച് സമയം കളയാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി ജീവിക്കാൻ നോക്ക്. പിന്നെ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, നോക്കണോ? നീതു ചിരിയോടെ പറഞ്ഞതും ദേവൻ അവളെ നോക്കി പേടിപ്പിച്ചു. ഒരു തമാശ പറഞ്ഞതാട്ടോ, കാര്യാക്കണ്ട എന്നും പറഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചപ്പോൾ ദേവനും പുഞ്ചിരിച്ചു. ബസ് വരുന്നുണ്ട്, ഞാൻ പോകുക. അതും പറഞ്ഞ് അവൾ ബസ്സിൽ കയറിപ്പോയപ്പോൾ ദേവൻ തിരിഞ്ഞു നടന്നു. നേരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ ജാനു നിൽപ്പുണ്ട്. മുഖത്തുള്ള വാട്ടം അവൻ ശ്രദ്ധിച്ചു. ടേബിളിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിടക്കുന്നു. എടുത്തു നോക്കിയപ്പോൾ ജാനുവിൻ്റെ വകയിലെ ഒരാങ്ങളയുടെ മകൻ്റെ കല്യാണമാണ്. അത് കണ്ടിട്ടാണ് അമ്മയുടെ മുഖം വാടിയിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഞായറാഴ്ച ആ പറഞ്ഞ പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ടോ? ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജാനു ചോദിച്ചു. അമ്മയും അച്ഛനും കൂടി പോയി കാണൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞാൽ മതി, ഞാൻ കെട്ടിക്കോളാം. ഇനി ഞാനായിട്ട് ഒന്നിനും ഒരു തടസ്സവും നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് പാതി ഭക്ഷണം കഴിച്ച് ദേവൻ എഴുന്നേറ്റു. അവൻ പോകുന്നത് കണ്ടപ്പോൾ ഈർഷ്യയോടെ കൃഷ്ണൻ ജാനുവിനെ നോക്കി. നിനക്ക് ഈ കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ചോദിക്കണോ? ജാനുവിനോട് കൃഷ്ണൻ അമർഷത്തോടെ ചോദിച്ചു. ദേവൻ പാതി എഴിച്ച് എഴുന്നേറ്റ് പോയെങ്കിലും അവൻ പറഞ്ഞ മറുപടി ജാനുവിന് ഒത്തിരി സന്തോഷം നൽകി. അവനൊരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ കൃഷ്ണേട്ടനും ആഗ്രഹമില്ലേ? ജാനു ചോദിച്ചു. അവൻ കല്യാണം കഴിക്കുന്നത് എനിക്കോ നിനക്കോ വേണ്ടിയാവരുത്, അവന് വേണ്ടിയാവണം. അത് അവന് തോന്നണം. നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, കൃഷ്ണൻ പറഞ്ഞു. എന്തൊക്കെയായാലും നമ്മുടെ മോനൊരു പാവമാണ്. ഒരു കല്യാണം കഴിഞ്ഞാൽ അവൻ ആ പെണ്ണിനെ സ്നേഹിച്ചോളും. അവൻ്റെ ജീവിതത്തിലും ഒരു അർത്ഥം വരും. അവർ കൈ കഴുകി ദേവൻ്റെ മുറിയിലേക്ക് ചെന്നു.
കട്ടിലിൽ ചാരിയിരിക്കുന്നുണ്ട് അവൻ. മോനെ, അമ്മയോട് ദേഷ്യമാണോ? ജാനു അവൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അമ്മയോട് ദേഷ്യപ്പെടാനൊന്നുമില്ല, എല്ലാം ഞാൻ വരുത്തി വെച്ചതാണ്. പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി. നിനക്ക് എന്താണ് ഇത്രയും വലിയ സങ്കടം? ജാനു ഉത്കണ്ഠയിൽ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ കുറച്ചു നേരം തനിയെ ഇരിക്കട്ടെ അമ്മേ, അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ജാനു എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ക്യാബിനിലേക്ക് സൈൻ ചെയ്യാനായി പോകുമ്പോൾ നിരാശയോടെ ഇരിക്കുന്ന പ്രകാശിനെയാണ് നന്ദന കണ്ടത്. അവൾ ടേബിളിൽ ഇരിക്കുന്ന രജിസ്റ്റർ എടുത്ത് സൈൻ ചെയ്തു. ഇവിടെ നിന്ന് പോയാലും തനിക്കെന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കാണാൻ പറ്റില്ലേ? പ്രകാശ് തിരക്കി. പോകാൻ നിന്ന അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. നമ്മൾ തമ്മിൽ കാണാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ലെങ്കിലും താൻ എൻ്റെ ആരൊക്കെയോ ആണ് എന്ന് ഒരു തോന്നൽ. ഇടയ്ക്ക് ഒരു കോളോ മെസ്സേജോ തന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്രകാശ് പറഞ്ഞു. സാറിനിതൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു? മാധവൻ സാർ ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ സാറിന് ഇങ്ങോട്ട് വരാൻ പോലും കഴിയില്ല, അവൾ പറഞ്ഞു. താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അവൾ പറഞ്ഞത് കേട്ട് പ്രകാശ് ചോദിച്ചു. ഭീഷണിയല്ല, യാഥാർത്ഥ്യമാണ് എന്നും പറഞ്ഞ് അവൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. പ്രകാശ് തൻ്റെ കൈ ചുരുട്ടി ടേബിളിൽ ഒരു ഇടി വെച്ചു കൊടുത്തു. സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാജിനി അവിടേക്ക് വന്നു. തനിക്കൊരു കോളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ആരാകും ആ ഫോണിലേക്ക് തന്നെ വിളിക്കാനെന്ന് ചിന്തിച്ചുകൊണ്ട് രാജിനിയുടെ പിറകെ അവൾ പോയി. രാജിനി അവളുടെ നേരെ ഫോൺ നീട്ടി. ആരാണ്? റിസീവർ വാങ്ങുമ്പോൾ നന്ദന തിരക്കി. പൂജയാണ്, രാജിനി പറഞ്ഞു. തൻ്റെ ഫോണിൽ വിളിക്കാതെ എന്താണ് ഇതിലേക്ക് വിളിച്ചതെന്ന് അവൾ ചിന്തിച്ചു. ഫോൺ ചെവിയിൽ വെച്ച് അവൾ പതിയെ ഹെലോ എന്ന് പറഞ്ഞു. ഏട്ടത്തി എന്ന പൂജയുടെ പൊട്ടിക്കരച്ചിലാണ് അവളുടെ കാതിൽ വന്നു വീണത്. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.